10th കഴിഞ്ഞ് 10th അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ അത്യാവശ്യം നല്ല സ്റ്റേജിൽ എത്തണം. പിന്നുള്ള ഓപ്ഷൻ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം, ഗവൺമെൻറ് എക്സാം നോക്കുമ്പോൾ UPSC, SSC, PSC. സേഫസ്റ്റ് ഓപ്ഷൻ SSC ആണ്. SSC കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേണിലാണെങ്കിലും ഇപ്പം ലാസ്റ്റ് 2025 പല പല മാറ്റങ്ങൾ SSC കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സക്സസ്സിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ജോലി നേടുന്നതിൽ ഒരു പ്രിപ്പറേഷൻ ജേണിയിലൊക്കെ അപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം എന്താണ്? എനിക്ക് എക്സ്റ്റേണൽ പ്രഷറിനേക്കാളും എനിക്ക് തന്ന പ്രഷർ തന്നെയായിരുന്നു. എനിക്ക് ജോലി വേണം, എനിക്ക് ജോലി ഇല്ലാതെ അടുത്ത സ്റ്റെപ്പ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാതെ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ കാണാനേ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ SSC ജേർണിയിലോട്ട് വരാൻ കാരണം എൻ്റെ ഫ്രണ്ടാണ് അക്ഷര, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എങ്ങനെ പഠിക്കണം, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ആസ്പിറൻറ്റ് ജേർണീൻ്റെ ടൈം പീരീഡ് കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും ടീംമേറ്റ്സിൻ്റെ മറ്റൊരു അച്ചീവേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടും അടുത്തൊരു കാര്യമാണ്, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ് 10ാം ക്ലാസ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? +2 ജോയിൻ ചെയ്തു. +2 ജോയിൻ ചെയ്യുമ്പോൾ നമുക്കുള്ള ഡ്രീംസ് എന്തൊക്കെയാണ്? എഞ്ചിനീയർ ആണോ, ഡോക്ടർ ആണോ? സൊസൈറ്റി നമ്മളിങ്ങനെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ +2 കഴിയുമ്പോൾ നമ്മളെ പെർസ്പെക്റ്റീവ്സ് മാറും. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളെ സ്വപ്നങ്ങളും ആശകളും, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിച്ചേർന്നുള്ള ആഗ്രഹങ്ങൾക്ക് വേറൊരു ഡയമെൻഷൻ വരും. പക്ഷേ ഇതിൽ നമ്മളൊരു ഡിഗ്രിക്ക് ശേഷം എക്സാക്റ്റ് നമ്മൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒറ്റ ഡിസിഷൻ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇതേപോലെ ഒരുപാട് നല്ല നല്ല തീരുമാനം എടുത്ത പല ആൾക്കാരും നമ്മൾ ഇന്ന് നാട്ടിൽ, രാജ്യത്ത് പല നിലകളിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡിഗ്രിക്ക് ശേഷം ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടും ഡിഗ്രിക്ക് ശേഷം അതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് തിരിച്ചറിയുകയും, ഓക്കെ ഫൈൻ, ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആവണം എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് വരികയും, UPSC നോർമലി എല്ലാവരും ട്രൈ ചെയ്യുന്ന പോലെ UPSC നോക്കി, അതിൽ നടക്കില്ല എന്ന് കണ്ടപ്പോൾ SSCയിലേക്ക് സ്വിച്ച് ചെയ്തു. സോ SSCയിലേക്ക് സ്വിച്ച് ചെയ്യും, കൃത്യമായ പ്ലാനിങ്ങും. ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റിൽ SSC CGയിൽ ക്രാക്ക് ചെയ്യുകയും ചെയ്ത ടീമേഴ്സിന് സ്വന്തം ഭാവനയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഇന്ന് കേൾക്കാം നമുക്ക് ഭാവനയുടെ സ്റ്റോറി. ഭാവന, വെൽക്കം ടു അച്ചീവേഴ്സ് ടോക്ക്. താങ്ക് യു സർ. പറഞ്ഞോളൂ ഭാവന, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇറ്റ്സ് എൻ ഓപ്പൺ സ്റ്റേജ്, എന്ത് വേണമെങ്കിലും പറയാം. എന്താണ് പിന്നെ ഭാവനയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പേഴ്സണൽ ബയോ കൊടുക്കുകയാണെങ്കിൽ? ബയോ എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞു തന്നെ, 10th കഴിഞ്ഞ് 10th അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. പിന്നെ അത് രണ്ടും നടക്കൂല, അല്ലെങ്കിൽ അത് രണ്ടും വേണ്ട എന്ന് വെച്ചപ്പോൾ പിന്നെ ഫിസിക്സ് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഫിസിക്സ് ചേർന്നു. ഫിസിക്സ് ചേർന്നപ്പോൾ ആക്ച്വലി ഇതേപോലെ സയൻറ്റിസ്റ്റോ റിസർച്ചോ എന്തെങ്കിലും, ഇത് രണ്ടാണ് ഓപ്ഷൻ. പഠിപ്പിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ആ ഫീൽഡിലോട്ട് പോകണ്ട. അങ്ങനെ PG എടുത്ത് പ്രൊജക്റ്റൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് നടക്കണ പണിയില്ല, അത്രയും പാഷൻ എനിക്ക് ആ സബ്ജക്റ്റിലില്ല. പിന്നുള്ളത് ഇതേപോലെ ഓപ്ഷൻ ഗവൺമെൻറ് എനിക്ക് എന്തായാലും എവിടെയെങ്കിലും എത്തണം, അത്യാവശ്യം നല്ല സ്റ്റേജിൽ എത്തണം. പിന്നുള്ള ഓപ്ഷൻ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം, ഗവൺമെൻറ് എക്സാം നോക്കുമ്പോൾ UPSC, SSC, PSC വേണ്ട, UPSC ചിലപ്പോൾ നടപടിയാവില്ല. പിന്നെ സേഫസ്റ്റ് ഓപ്ഷൻ SSC ആണ്, നടക്കും എന്ന് തോന്നിയത്. അങ്ങനെ ഇവിടെ എത്തി, ഇപ്പോൾ ദാ ക്രാക്ക് ചെയ്ത് ഇരിക്കുന്നു. ഇപ്പം ഇൻകം ടാക്സ് OS ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, നിയമനം കാത്തിരിക്കുക. ഇൻകം ടാക്സിലേക്ക് എത്തുന്ന എപ്പോഴും എക്സ്പെക്ട് ചെയ്തേ സയന്റിസ്റ്റ് ആണെന്ന് ആഗ്രഹിച്ച കാലത്തൊക്കെ? ഇല്ല, സയന്റിസ്റ്റ് ആവുന്ന തന്നെ റീസെന്റ് അല്ലേ ലാസ്റ്റിലോട്ട് ആഗ്രഹിച്ചത്. പിന്നെ ഇതെങ്ങനെയാ? അപ്പം എങ്ങനെയാ ഇപ്പം SSC കുറിച്ച് അറിയുന്നത് എങ്ങനെയാ? SSC ആക്ച്വലി എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിയണേ. അവളും ഡിഗ്രി കഴിഞ്ഞിട്ട് അവള് SSCക്ക് ഡയറക്റ്റ് പോയി, ഞാൻ വെറുതെ PGക്ക് പോയി. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആകുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ലെവൽ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവൾ എന്നോട് അപ്പഴേ പറഞ്ഞിട്ടുണ്ട്, എന്നെക്കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് SSC എന്ന്. SSC നടക്കും. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നപ്പോൾ നിനക്ക് എന്തായാലും പറ്റും എന്ന് പറഞ്ഞിട്ട് അവൾ 2022 PA ആയിട്ട് കയറി, പോസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് കയറി. അങ്ങനെയാണ് ഞാൻ SSCനെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ 2 വർഷം കൊണ്ട് കിട്ടി, ഹാപ്പി. സെക്കൻഡ് അറ്റംപ്റ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റ് Tier 1 ക്ലിയർ ചെയ്തു, Tier 2 ക്ലിയർ ആയില്ല. എത്ര മാർക്കിനാണ് പോയത്? എനിക്ക് 300 and something ആയിരുന്നു മാർക്ക്, കുറച്ച് മാർക്കിനാണ് പോയത്. ഇപ്പോൾ ഈ മാറി ഒന്ന് ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ SSCയിൽ. 2022 നോക്കുകയാണെങ്കിൽ 22, 23, 24, 25. ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേണിലാണെങ്കിലും ഇപ്പം ലാസ്റ്റ് 2025 പല പല മാറ്റങ്ങൾ SSC കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 24 എന്നെ വലുതായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ 24 ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്നെങ്കിൽ ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ക്രാക്ക് ചെയ്യും. സെക്കൻഡ് അറ്റംപ്റ്റിൽ കുറച്ചുകൂടെ നല്ല പോസ്റ്റ്, ഇതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ 24 ക്രാക്ക് ചെയ്യാതിരുന്നപ്പം എനിക്ക് വലിയൊരു വിഷമം തോന്നിയില്ല. കാരണം എന്തായാലും അടുത്താണ് ക്രാക്ക് ചെയ്യും, അതുവരെ എത്തിയില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഈ പാറ്റേൺ ചേഞ്ച്, എഡ്യൂക്കേറ്റ് വരുന്നു, എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ആക്ച്വലി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വിചാരിച്ച പോലെ എനിക്ക് ഇംഗ്ലീഷ് എൻ്റെ അത്യാവശ്യം ഹോൾഡുള്ള സബ്ജക്റ്റാണ്.
പക്ഷേ ഇംഗ്ലീഷ് വേറെ എന്തൊക്കെയോ ഫുൾ പാറ്റേൺ മാറിയല്ലോ. അപ്പോൾ റീഡിംഗ് റീഡിങ് കോംപ്രിഹെൻഷൻ പിന്നെ കുറച്ചും കൂടെ ലെവൽ കൂട്ടി. അപ്പോൾ സ്ട്രോങ് സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് ടെൻഷനായി ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ എല്ലാവർക്കും മാറിയല്ലോ. ഒരാൾക്ക് എന്നെ മാത്രമല്ലല്ലോ എഫക്ട് ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട് കുട്ടികളോട്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അതെല്ലാവർക്കും ടഫായിരിക്കും. നമ്മളൊരു ആവറേജ് നല്ലപോലെ പഠിച്ച ഒരാളാണെങ്കിൽ അത് എല്ലാവർക്കും ടഫ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് പക്ഷേ ടിയർ 1 കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. ടിയർ 2 എത്തിയപ്പോഴും ആക്ച്വലി ടിയർ 2 ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ടിയർ 2 TCS പാറ്റേൺ തന്നെയാണ് വന്നത്. അപ്പം ഈസി ആയിട്ട് പോയി. കമ്പ്യൂട്ടർ ടെൻഷൻ ഉണ്ടായിരുന്നു? എക്സാം എഴുതുമ്പോൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കറക്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് വേണ്ട അത്രേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് വരണ്ടാന്ന്. അപ്പോൾ എനിക്ക് വന്നപ്പോൾ ക്ലിയർ ആവുമെന്ന് അറിയായിരുന്നു. പിന്നെ കുറയ്ക്കുകയോ കൂട്ടുകയോ ആ ഒരു ടെൻഷൻ മാത്രം. കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഞെട്ടിണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒക്കെ ചെയ്തിട്ടാണെന്ന് നോക്കിയാക്കി. ഈ ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ജോലി നേടുന്നതിൽ ഒരു പ്രിപ്പറേഷൻ ജേണിയിലൊക്കെ അപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം എന്താണ്? മോട്ടിവേറ്റ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ ജോലി ഇല്ലാത്തൊരു സംഭവം വരാറേ ഇല്ല. എനിക്ക് എന്തായാലും ജോലി വേണം. ജോലി ഇല്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്നെ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പം ഇപ്പം PG കഴിയുമ്പോഴേക്കും നമുക്കൊരു ഏജ് ആവുമല്ലോ. അപ്പം എന്തായാലും ഈ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് എക്സ്റ്റേണൽ പ്രഷറിനേക്കാളും എനിക്ക് തന്ന പ്രഷർ തന്നെയായിരുന്നു. എനിക്ക് ജോലി വേണം. എനിക്ക് ജോലി ഇല്ലാതെ അടുത്ത സ്റ്റെപ്പ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാതെ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ കാണാനേ പറ്റുന്നില്ല. അപ്പം അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ പുറത്തുള്ള ആളുകളെക്കാളും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ വേറൊരാൾ പുഷ് ചെയ്തിട്ട് ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് നല്ലത്. ഇപ്പം ചില ആൾക്കാരൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമ്മളെ അഖില എന്ന സ്റ്റുഡൻറ്റ്, ഇപ്പം എനിക്ക് ജോലി എന്തായാലും കിട്ടും, ജോലി എന്തായാലും എനിക്ക് വേണം, അപ്പം അതിന് വേണ്ടിയുള്ളൊരു പാത്ത് ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ആസ്പിരൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ നടക്കുന്നുള്ളൂ. ഇതിൽ ഒരു SSC പ്രിപ്പറേഷനിൽ ഏറ്റവും ഹാർഡായ ടൈം ഉണ്ടാവല്ലോ. ഇപ്പം നമ്മളിപ്പം പ്രിപ്പറേഷൻ എന്താ അത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും, നോർമലായിരിക്കാം. എങ്കിലും ഭാവന പേഴ്സണലി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു സംഭവം എന്താ? ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ആസ്പിരൻസിനെ കണ്ടിട്ടുണ്ടല്ലോ. അത്രയ്ക്കൊരു ഓരോ ആളുകളുടെ ജേണി കാണുന്ന സമയത്ത് അത്രയ്ക്കൊരു ഹാർഡ്ഷിപ്പിലോട്ട് എനിക്ക് പോകേണ്ടി, അത് ഭാഗ്യം എന്ന് ഞാൻ പറയും, അത്രയ്ക്കൊരു ബുദ്ധിമുട്ടിലോട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം കുറേ തവണ അതും അവർക്ക് കഴിവില്ലായിട്ടും അറിവില്ലായിട്ടും ഒന്നുമല്ല. പക്ഷെ ഇപ്പം ഇത്തവണ തന്നെ കമ്പ്യൂട്ടറിൽ മാർക്ക് പോയിട്ട് കുറേ പേര് കിട്ടാതായിട്ടുണ്ട്. അവരൊക്കെ നല്ല മാർക്കുള്ള ആളുകളാണ്. അവരൊക്കെ ഇപ്പോൾ പുറത്തിരിക്കുക. അതുപോലെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷെ മെയിൻ എക്സാമിൽ സ്കോർ ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ അതിലോട്ട് എനിക്ക് വലുതായിട്ട് എത്തേണ്ടി വന്നില്ല. ഞാനിപ്പോൾ ടയർ 1 ആയാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയാലും ടയർ 1 വരെ എത്തി. സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോൾ കയറി. അപ്പോൾ എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എനിക്ക് തന്നിട്ടുള്ളൊരു ടൈം ലിമിറ്റ് എന്താ പറയുക, ഞാൻ എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിൽ എന്തായാലും ക്ലിയർ ചെയ്യണം, ചെയ്തേ പറ്റൂ. അതെ, അതില്ലാതെ ഇല്ല. ഈ അറ്റംപ്റ്റ് ഞാൻ പറയുകയും ചെയ്യായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ ഇനി അടുത്ത തവണ ട്രൈ ചെയ്യുന്നില്ല, പിന്നെ ഇല്ല, ഇതോടുകൂടി ഞാൻ കയറും, ഇതിൽ കയറണം എന്ന് ഞാൻ ആദ്യം വിചാരിച്ച. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ലിമിറ്റ് ഞാൻ എനിക്ക് വെച്ചത് തന്നെയാണ് എന്നെ പുഷ് ചെയ്തതും. കാരണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്നുള്ളത് ഞാൻ ചിന്തിക്കണമല്ലോ. അത് ചിന്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കയറി. എങ്ങനെയാണ് ടീംമേറ്റ്സിലേക്കുള്ളൊരു ജേർണി? ടീംമേറ്റ്സിലേക്ക് ആക്ച്വലി ഞാനിങ്ങനെ ബേസൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ബേസ് കവർ ചെയ്ത ഒരാളും അച്ചീവറായി നിൽക്കുന്ന ഒരാളും തമ്മിലൊരു ഗ്യാപ്പുണ്ട്, ഒരു ജേർണിയിലെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നല്ലൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി ഞാൻ നോക്കി നടക്കുമ്പോഴാണ് ടീംമേറ്റ്സിനെ പറ്റി ഞാൻ അറിയുന്നത്. ആക്ച്വലി ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇവിടുത്തതിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളതും അത് തന്നെയാണ്. ഇപ്പം കണ്ടന്റ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, യൂട്യൂബിലുണ്ട്. അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എവിടെയും എത്ര വേണമെങ്കിലും ഉണ്ട്. എവിടെയും പോകണമെന്നുമില്ല. വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാളായാലും വീട്ടിലിരുന്ന് പഠിക്കാം. പക്ഷേ എങ്ങനെ പഠിക്കണം, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ആസ്പിരൻ്റ് ജേർണീൻ്റെ ടൈം പീരീഡ് കുറയ്ക്കാൻ പറ്റും ഒരാൾക്ക്. കാരണം അതൊക്കെ വേറൊരാൾ ഈസിയാക്കി നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ നമ്മളായിട്ടത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് ആക്ച്വലി ടീംമേറ്റ്സിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ പറയാം. ബിക്കോസ് എനിക്ക് എനിക്ക് മാത്സ് എളുപ്പമായിരുന്നു. കൺസെപ്റ്റ്സ് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പണ്ട് മുതലേ മാത്സ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ടൈം ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന കൺവെൻഷണൽ മെത്തേഡിലൊന്നും ചെയ്തു പോയാൽ ആ സമയത്ത് കാര്യമില്ല. പ്രത്യേകിച്ച് മാർക്ക് കിട്ടില്ല. ആ രീതിയിലായാലും മറ്റേ 2 സെക്കൻഡ് രീതി കിട്ടിയ അയക്കും എനിക്ക് ഒരേ മാർക്കാണ്. എൻ്റെ സമയം പോയിന്നേ ഉള്ളൂ. അപ്പം അതിലോട്ടുള്ള മാറ്റം, അതിനെ എന്ത് ചെയ്യണം, ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കണം, പിന്നെ അതൊക്കെ ഇവർ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പുറത്തുനിന്ന് പോയി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഡെയിലിയുള്ള ടെസ്റ്റുകൾ അത് നമ്മളെ ഹുക്ക് ചെയ്ത് നിർത്തും നമ്മുടെ ആ ഒരു ഇതിലോട്ട്. നമ്മളൊരു ഡെയിലി നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നൊരു ടെസ്റ്റ് നമ്മൾ ആ പ്ലാനിനോട് സ്റ്റിക്ക്, കാരണം ഈ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ നമ്മൾ എന്തായാലും പ്ലാനിനോട് ഹുക്ക് ഓൺ ആയിട്ട് നിൽക്കും. അതൊക്കെയാണ് ആക്ച്വലി ടീംമേറ്റ്സ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്തത്. കണ്ടന്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും ആർക്ക് വേണേൽ ചെയ്യാം, ഏത് അക്കാഡമിക്ക് വേണേൽ പ്രൊവൈഡ് ചെയ്യാം, പക്ഷേ സ്ട്രാറ്റജി കോഡ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു കൃത്യമായ ഡയറക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവില്ല. അപ്പം അതിൽ സന്ദേശ് സാറ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നെങ്കിൽ അത് 6 മാസത്തിലേക്കും, ഇനി 2 വർഷം കൊണ്ട് കിട്ടുന്ന ആളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തത് 1 വർഷം കൊണ്ടും കിട്ടാനുള്ള, കാരണം എത്രയും പെട്ടെന്ന് സർവീസ് കയറുന്നോ അത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കൂടും. ഇപ്പം നമ്മളിപ്പോൾ ഒരു 20ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിലോ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് സർവീസ് കയറി നിൽക്കാം. ഒരു IPS കാരൻ്റെ അല്ലെങ്കിൽ ഒരു IAS കാരൻ്റെ റാങ്കിലായിരിക്കും അയാൾ റിട്ടയർഡ് ചെയ്യുന്ന അതേ റാങ്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിട്ടയർഡ് ആവുക. സോ SSL അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം പിന്നെ ഭാവനടക്കം പ്രൊമോഷൻ വൈസ് കയറിപ്പോഴുള്ളത് ആ ഒരു റാങ്കിലേക്കാണ് അല്ലേ, എത്തട്ടെ. ഓക്കെ, ഈ ജേണിയിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു ഫേസ് അല്ലെങ്കിൽ ഫേസസ്? ഓക്കെ, ഇനി ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ പറയാതിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ SSC ജേണിയിലോട്ട് വരാൻ കാരണം എൻ്റെ ഫ്രണ്ടാണ് അക്ഷര, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജ് മുതൽ ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം ഞാൻ ഒന്ന് പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ അവളെ വിളിക്കുകയുള്ളൂ, കാരണം എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമല്ല, അവൾ ചെയ്തോളും. അപ്പം അവളാണ് പോസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തത് 2022 വന്നത്. ആ തവണയാണ് അവൾ എഴുതിയത്. അങ്ങനെ കയറി. ആക്ച്വലി കഴിഞ്ഞ ഓഗസ്റ്റിൽ, അതായത് എൻ്റെ Tier 1 ഒരു മാസം മുൻപ് അവളൊരു ആക്സിഡൻറ്റിൽ പോയി. ഓക്കെ, അപ്പം അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് Tier 1 വരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ, Tier 1 വരുന്നത്. അപ്പം എനിക്ക് ഈ കാര്യത്തിൽ ഇതുകൂടെ ഉണ്ടായിരുന്നു, കാരണം അവൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് ഈ വർഷം കിട്ടിയില്ല, കുഴപ്പമില്ല, അടുത്ത തവണ എന്തായാലും നീ കയറുമെന്ന്. അപ്പം എനിക്ക് അതുകൊണ്ടായിരുന്നു, കാരണം അവൾ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവളുണ്ട്, എൻ്റെ SSC ജേണി സ്റ്റാർട്ടിങ്ങിൽ അവളുണ്ട്. SSC ജേണി എൻഡിങ്ങിലും കാണാൻ അവളില്ലെങ്കിൽ പോലും അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ കയറണം എന്ന്. അപ്പം അത് അവൾക്കും കൂടെ വേണ്ടി എനിക്കിത് നേടിയേ പറ്റുള്ളൂ. അതും എന്നെ പുഷ് ചെയ്തൊരു ഫാക്ടർ തന്നെയാണ്. ആക്ച്വലി ആ സമയത്ത് ഞാൻ Tier 1 എഴുതാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നുമില്ല. ഞാൻ വെച്ചാൽ എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന്. ആക്ച്വലി ഞാൻ എൻ്റെ ഗ്രീഫാണ് എൻ്റെ ഇതിലോട്ട് ചാനൽ ചെയ്തത്, എൻ്റെ സ്റ്റഡീസിലോട്ട് ചാനൽ ചെയ്തത്. അപ്പം അങ്ങനെയാണ് ആ ഫേസാണ് എനിക്ക്. ഈവൻ ഈ സക്സസ് ആയപ്പോലും എവിടെയോ ഒന്ന് ഇൻകംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് അവളെടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പം എക്സാക്ട്ലി ഇപ്പം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ വിജയം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ ആ ലിസ്റ്റിൽ ഫ്രണ്ട് ഉണ്ടാവട്ടെ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നേരിട്ട് കാണാനില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം അയാൾ ആഗ്രഹിച്ച പോലെ നമ്മളാവുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഭാവന സക്സസ് ചെയ്യും, ആ ഒരു അച്ചീവ്മെൻറ്റ് നേടി എന്നുള്ളതാണ്. അപ്പം വെറും ഒരു ജോലി നേടിയെന്നില്ല. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഐ മീൻ സീരിയസ്ലി ഇപ്പം ഞാൻ ആ ഒരു അച്ചീവ്മെൻറ്റ് ശരിക്കും ബ്യൂട്ടിഫുൾ ആക്കുന്നത് സത്യം നല്ലതാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് നേടുന്നതെന്നുള്ള ഫാക്ടറി വലിയതാണ്. നമുക്ക് വേണ്ടി നേടുന്ന ലിമിറ്റേഷൻ അല്ലേ. ഓക്കെ ഫൈൻ, എനിക്ക് സെറ്റിൽ ആവണം, എനിക്കാവണം, ഇറ്റ്സ് സെൽഫിഷ്. പക്ഷെ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു, പക്ഷേ ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ ഐ തിങ്ക്. ഓക്കെ, സോ റിസൾട്ട് കിട്ടിയ ആ ഒരു ടൈം ഞാൻ എല്ലാ ആസ്പിരൻറ്റിനോടും ചോദിക്കാനുള്ള ചോദ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ മൊമെൻ്റാണ് അത്. കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ജോലിക്ക് നമ്മൾ ആഗ്രഹിച്ചൊരു പൊസിഷനിലേക്ക് നമ്മൾ എത്തി റിസൾട്ടിൽ പേര് കാണുമ്പോഴൊരു ഫീൽ, പക്ഷെ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കില്ല. ചില ആൾക്കാർ സ്റ്റക്കായി പോകും, ചില ആൾക്കാർക്ക് പറയാൻ കിട്ടില്ല, ചില ആൾക്കാർക്ക് അറിഞ്ഞു പോകും. അനുശ്രീ വീട്ടിൽ പോയിട്ട് അമ്മേനെ പിന്നെ വിളിച്ചിട്ട് അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, പിന്നെ അമ്മയൊക്കെ അച്ഛനൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഫുൾ പ്രശ്നമൊക്കെ എൻ്റെ മോക്കെന്തോ പറ്റുന്നൊക്കെ മനസ്സിലായി. അതുപോലെ എന്തെങ്കിലും മൊമെൻ്റ് ഉണ്ടോ? ഇല്ല, എനിക്ക് മാർക്ക് വന്നപ്പം എനിക്കറിയായിരുന്നു ഓക്കെ എന്തായാലും കിട്ടുന്നു, ഏത് പോസ്റ്റെന്ന് അറിയില്ല, പക്ഷെ എന്നാലും മാർക്ക് വന്നപ്പം അതിന് സന്തോഷം എന്നാണോ സമാധാനം എന്നാണോ പറയാമെന്നറിയില്ല. ഇപ്പോഴും സന്തോഷത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഏത് ആസ്പിരൻറ്റിനോട് ചോദിച്ചാലും സമാധാനം എന്നായിരിക്കും അവർ പറയാം. കാരണം എവിടെ നമ്മൾ എങ്ങനെ പോയാലും തലയുടെ ബാക്കിൽ ഇതുണ്ടാവും, എക്സാം ഉണ്ട്, പഠിക്കാനുണ്ട്, സമാധാനം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ എത്ര എൻജോയ് ചെയ്തിട്ടുണ്ടോ, ചിരിക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും, എന്നാൽ പോലും ഓക്കെ തിരിച്ചു പോയിട്ട് എനിക്ക് ഇത്രയും തീർക്കാനുണ്ട്. അതെ, ആ ഒരു ഉള്ളിലുള്ളൊരു കുത്തൽ അത് എപ്പോഴും ഉണ്ടാവും ഏത് പ്രോഗ്രാമിനും. റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും വലിയ ചേഞ്ച് അതാണ്. കുറച്ചുകൂടെ കളർഫുള്ളായി ലൈഫ്. കാരണം ഇപ്പം എല്ലാം ഫുള്ളി എൻജോയ് ചെയ്യാം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോയി പഠിക്കാനൊന്നുമില്ല, ഇനിയിപ്പോൾ അടുത്ത അറ്റംപ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ വേണമെങ്കിൽ മതി,
അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പം റിസൾട്ടിൻ്റെ ശേഷം ആക്ച്വലി ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ടെൻഷൻ ഒഴിവാകും, കുറച്ച് സമാധാനത്തിൽ നമുക്ക് റെഡിയാവും. ചില ആൾക്കാർ പറയാനുള്ളത് ഇനി പഠിക്കണ്ടല്ലോ, ഇനി ബുക്ക് എടുക്കണ്ടല്ലോ എന്നുള്ള സമാധാനം എങ്കിലും ഉണ്ടാവും അല്ലേ? ആ അതുണ്ട്. ബുക്ക് എനിക്ക് പഠിക്കാൻ ആക്ച്വലി ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ പോലും ടെൻഷൻ ഇല്ലാതെ പഠിക്കാമല്ലോ ഇനി എന്തായാലും. സമാധാനമായിട്ട് പഠിക്കാം. എന്തായാലും ആഗ്രഹിച്ച പോലത്തെ ഒരു പോസ്റ്റിലെത്തി എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ആഗ്രഹിച്ച പോലത്തെ ഒരു പദവിയിലാണ് ഞാനുള്ളത് എന്നുള്ളത്. ഇതെനിക്ക് അങ്ങനെയല്ല. ഇനി ലെവൽ 7 പോസ്റ്റ് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാ ആസ്പിറൻസിനും ലെവൽ 7 പോസ്റ്റ് ആണല്ലോ ആഗ്രഹം ഉണ്ടാവുക. ഇത്തവണയും പക്ഷെ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ OS തന്നെയായിരുന്നു. എനിക്ക് ഹോം പോസ്റ്റിംഗ് ആണ് അതിലും. അതെ, എനിക്ക് പുറത്ത് കിട്ടുന്നതിലും നല്ലത് ലെവൽ 6 ഇവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ OS തന്നെ ഫസ്റ്റ് കൊടുത്തത്. OS ആണ് ഇവിടെ കിട്ടുകയും ചെയ്തത്. അതിലും ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ അടുത്തത് ട്രൈ ചെയ്യുമോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം ഇവിടെ ആണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എഴുതി വേറെ എവിടെയെങ്കിലും പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് എന്തായാലും ഇത്തവണത്തെ റിസൾട്ടിൽ. ഇനി എന്തെങ്കിലും ഭാവനയ്ക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ, ഞാൻ ചോദിക്കുന്നതിനപ്പുറം ഇപ്പം ഇങ്ങനെ ഒരു വേദി കിട്ടി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഇത് എനിക്ക് എൻ്റെ സൈഡിൽ നിന്നല്ല. കാരണം എന്നോട് അങ്ങനെ എനിക്ക് തോന്നുന്നു അച്ഛനോടും അമ്മനോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും അല്ലെങ്കിൽ എൻ്റെ ആസ്പിറൻസ് എല്ലാ ഫ്രണ്ട്സും ചോദിക്കുന്നതാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവർ ചോദിക്കുന്നത് എന്തായി, പഠിക്കുന്നില്ലേ, എവിടെ എത്തി എന്നുള്ളൊരു സാധനം. ജോലി കിട്ടുമോ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു ആസ്പിറൻറ്റിനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതെന്തായി, അല്ലെങ്കിൽ ജോലി കിട്ടില്ല, ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഒളിച്ചിരുന്ന് എന്തായാലും ജോലിക്ക് പോവില്ല. ഇവരെല്ലാവരും അറിയുമല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ അറിയും. പിന്നെ ഈ കാണുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് ഞാൻ ഇങ്ങനത്തെ രീതിയിലല്ല, പൊതുവേ എല്ലാവരും ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എവിടെ ചെന്നാലും ഈ ചോദ്യമാണ്, എവിടെയും പോകാൻ തോന്നുന്നില്ല. ഈവൻ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോയാൽ പോലും ഈ ചോദ്യം. എനിക്ക് ആ ഒറ്റ തവണയാണ് ചോദ്യം വന്നത്. അത് പക്ഷെ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു. റിസൾട്ട് കുടുംബത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ചോദിച്ചപ്പോൾ പക്ഷെ എന്നോട് ചോദിച്ചു, നീ ഇപ്പം വെറുതെ ഇരിക്കാല്ലേ എന്നാ. അപ്പം ഞാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ റിസൾട്ട് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ള അടിക്കണായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോവാൻ പറ്റുമെങ്കിൽ പോയി പറഞ്ഞേനെ. പക്ഷെ അവരങ്ങനെ ചോദിച്ചതല്ല, കൺസേണിൽ ചോദിച്ചത് ഇപ്പോൾ വേറെ എവിടെയും പോകുന്നില്ലല്ലോ എന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് അപ്പോഴാണ് അപ്പോൾ ഇത്രയും കാലം ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നാണോ ഇവരൊക്കെ വിചാരിച്ച് വെച്ചിരിക്കണേ എന്നുള്ള ഒരിത് വന്നേ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് ഔട്ടായി. മീൻസ് ടീംമേറ്റ്സിൽ കൊളാബിട്ടല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും അപ്പോൾ പിന്നെ വിളി കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ. അതാണ് ഇപ്പം ഹാപ്പി. ചില ആൾക്കാർ ഇങ്ങനെ ചോദിച്ച് ശല്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ? എന്നോട് അങ്ങനെ ചോദിക്കില്ല. എനിക്ക് തോന്നുന്നു അച്ഛനോടും അമ്മനോടുമാണ് പൊതുവെ ചോദിക്കാറ്. ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അവർ 10 പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛനൊക്കെ എനിക്ക് തോന്നുന്നു റിസൾട്ട് വന്ന് അടുത്ത ദിവസം അറിഞ്ഞതിന് അടുത്ത ദിവസം ഒരു 7 മണി മുതൽ 10 മണി വരെ കോളായിരുന്നു. എല്ലാവരും വിളിച്ചത് പറയണമല്ലോ. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, എനിക്കങ്ങനെ അപ്പോഴും ചേഞ്ച് റിസൾട്ട് തോന്നുന്നു കയറാത്തത് കൊണ്ടേ, ഓഫീസിൽ കയറാത്തത് കൊണ്ട് ഇപ്പോഴും ഒന്ന് ചോദിച്ചാൽ ആയി. പക്ഷെ ആ ചേഞ്ചിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. ആ കാണുന്നവർക്കുണ്ടെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ വലിയൊരു സമാധാനമുണ്ട്. അതല്ലാതൊരു ചേഞ്ച് തോന്നിയില്ല. അതെ, അത്ര പോട്ടെ. അങ്ങനത്തെ മെന്റാലിറ്റി ശരിക്കും ഒരുപാട് ടെൻഷൻ അടിക്കാറില്ല. ഞാൻ പൊതുവേ റിസൾട്ട് നോക്കാത്ത ഒരാളാണ്. എനിക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ പ്രശ്നം. വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് റിഗ്രറ്റ് വരും. കാരണം ഞാൻ വർക്ക് ചെയ്യായിട്ടാണ്. പക്ഷേ അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് പറഞ്ഞത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്, കിട്ടിയില്ല. അതിലെനിക്ക് ഒന്നും ചെയ്യാനില്ല. അതിലിപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് വിഷമിച്ചിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കുഴപ്പമില്ല. ഇതിലും എനിക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, കുറ്റബോധം അടിക്കും. പക്ഷേ റിസൾട്ട് ഇപ്പം നമ്മുടെ കയ്യിലല്ലല്ലോ, എന്ത് തന്നെ സംഭവിക്കുക. അതിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ ഇനി ഒരു ലാസ്റ്റായിട്ട് ഇപ്പം കാണുന്ന ആൾക്കാർക്കൊരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കും പിന്നെ ഓൾറെഡി നഷ്ടപ്പെട്ട ആൾക്കാർക്കും ഒരവസരം കാത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള മെസ്സേജ്, ചെറിയൊരു മെസ്സേജ്. എന്താ മെസ്സേജ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആസ്പിറൻസും പറയുന്ന കാര്യം തന്നെ എനിക്കും പറയാനുള്ളൂ. നിങ്ങൾ നിർത്തിപ്പോവാതിരിക്കാം. എന്തായാലും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് SSC എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇത്തവണ കിട്ടാത്ത ആൾക്കാരായാലും കമ്പ്യൂട്ടറിന് പോയ ആളുകളായാലും ഓൾറെഡി നിങ്ങൾ ആ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. ഒന്നും കൂടെ പുഷ് ചെയ്താൽ മതി. എന്തായാലും അടുത്ത തവണ നിങ്ങൾക്ക് കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പം എല്ലാവരും വർക്ക് ചെയ്യാം. അടുത്ത തവണ അതേപോലെ ഇരിക്കാൻ പറ്റട്ടെ. ഇപ്പം അനുഭവിക്കുന്ന സമാധാനം അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പം ഓൾ ദി ബെസ്റ്റ്.